എന്റെ പുഷ്പ വേറെ പുഷ്പയല്ല, കോൺക്രീറ്റ് പുഷ്പ. അപ്പൊ ഈ മാസത്തെ ശമ്പളം വീട്ടിൽ ചെല്ലൂല. എന്തുവാ ഒരു കാര്യം പറയണം. എന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ നരയിപ്പിക്കുന്നേ? അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള. എന്നെ എന്തിനാ ഇങ്ങനെ നരകിപ്പിക്കുന്നേ? ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഞാൻ നിന്റെ ആരാ? നീ എന്റെ ബെസ്റ്റി. ഓക്കെ, അപ്പൊ അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നാ പറ്റി? ഇവിടെ തട്ടിയതാ. എന്തൊക്കെയാണ് നീ എന്റെ ബെസ്റ്റിക്ക് എന്തെങ്കിലും സംഭവിച്ച അത് ഈ ബെസ്റ്റിക്ക് സഹിക്കൂല. എന്തൊരു കെയറിംഗ് ആടാ നീ. എന്നോട് മാത്രമല്ല എന്റെ വീട്ടുകാരോട് സ്നേഹം ഉണ്ടല്ലേ? നിന്റെ വീട്ടുകാരുടെ സ്നേഹം ഉണ്ടോ? ആര് പറഞ്ഞു? എന്റെ അമ്മയുടെ പേര് നെഞ്ചത്ത് പച്ച കുത്തി വെച്ചിരിക്കുന്നത്. അത് നിന്റെ അമ്മയുടെ പേര് പച്ച കുത്തിയതല്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച നിന്റെ പുറകെ കടന്നും പറഞ്ഞോണ്ട് നിന്റെ തന്ത നിന്റെ അമ്മയുടെ പേരെടുത്ത് മോതിരം വെച്ച് നെഞ്ച് തിരിച്ചു നിനക്കറിയോ എന്നെ നാരൊക്കെ ഇടിച്ചെന്ന്? നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, നിന്റെ ആങ്ങള എന്തിന് വഴിയെ പോയി നാട്ടുകാർ ഇവരെ കാര്യം അവിടെ വാരിക്കൂട്ടി ഇടിച്ചറിയോടി നിനക്ക്? അതെന്തൊക്കെയായാലും ഉള്ള കാര്യം പറയാലോ സുല്ലേ. അച്ഛനൊക്കെ തന്നെ കൂട്ടിയിട്ടിടിച്ചപ്പോ നീ അവസാനം കാണിച്ച പൂഴിക്കടകൻ എന്റെ പൊന്നു സുല്ലേ പറയാതിരിക്കാൻ അടിപൊളിയായിരുന്നു. പൂഴിക്കടകൻ പോടി അവിടുന്ന് എല്ലാവരോടും കൂട്ടിയിട്ട് എന്നെ ഇടിച്ചപ്പോ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി തുരങ്കം ഉണ്ടാക്കാൻ നോക്കിയത്. അതാണോടെ നിന്റെ പൂഴിക്കടകൻ. അതുകൊണ്ട് പുഷ്പേ, ഉള്ള കാര്യം പറയാം, ഇനി നീയായിട്ടൊരു ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഗുഡ് ബൈ. എന്തുവാ ഈ ഒറ്റ കാരണം കൊണ്ട് ഞാൻ എപ്പോഴും ഇവളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നേ? കണ്ടോടാ ചെറുക്കൽ സുനിലിന്റെ പെണ്ണിനെ. ആദ്യമായി ഞാൻ മണലൂറ്റിയപ്പോൾ ചേട്ടന്റെ ചട്ടിക്ക് ചോർച്ചയുണ്ടോ ചോദിച്ചവൾ. ഞാൻ ഓരോ പരിക്കം കൂട്ടുമ്പോഴും ഒരു നാണവും മാനമില്ലാതെ ഭിത്തിയിൽ വാരി പൂശിയവൾ. കൺട്രാക്ടിനോട് 1000 രൂപ ചാന്ത് പറഞ്ഞ് കടം വാങ്ങി 500 രൂപ അവൾക്കും 200 എനിക്കെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞവൾ. അവസാനം കൺട്രാക്ട് തന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ പറഞ്ഞ് മാറി നിന്ന് കുഞ്ഞനം കുത്തിച്ചിരിച്ചവൾ. കാണുന്നില്ലേ നീ എന്റെ കണ്ണിലെ പ്രണയം? ഉണ്ടാ, നിന്റെ കണ്ണീന്ന് കാണാൻ പോയ കൃഷ്ണമണിയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണമണിയാ? അയ്യോ കൺട്രാക്ട്. മുതലാളി രാവിലെ വന്നോ? പിന്നെ എന്റെ വീട് പണിക്ക് ഞാൻ രാവിലെ വരുത്തി. പിള്ളേരൊക്കെ പണി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ പണിയൊന്നും തുടങ്ങിയത് കണ്ടില്ലല്ലോ. അയ്യോ, അത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ഗീതം ഒക്കെ തുടങ്ങിയിട്ടേ പണി തുടങ്ങത്തുള്ളൂ. അതേത് ഗീതം? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഞാൻ അങ്ങോട്ട് പോകട്ടെ? അയ്യോ നിർത്തിയോ? ബാക്കിയും കൂടെ പാടിയിട്ട് പോരുന്നില്ലേ? പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കരോളിന് വന്നല്ലേ, ഞാൻ പാട്ട് പാടാനായിട്ടൊന്നും പോകാറുണ്ട്. ചുമ്മാ ആവശ്യമില്ലാതെ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത. പാട്ടൊക്കെ പാടുവോ ചേട്ടൻ? ഈ ചുമ്മാ ഇരിക്കുമ്പോഴല്ലേ ടിവിയിലൊക്കെ പാടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പാടിയിട്ടില്ല. എന്താ ചോദിച്ചേ? അല്ല, അതാകുമ്പോ നമുക്ക് ഓഫ് ചെയ്ത് വെക്കായിരുന്നല്ലോ. കൺട്രാക്ടിന്റെ കൈക്ക് മണ്ണ് പറ്റി. എടാ നൂലുണ്ട്, നിനക്ക് ഇത് കണ്ടാ മനസ്സിലാവത്തില്ല. കൈ ഒടിഞ്ഞാന്ന്. എടോ ഓലപ്പിപ്പി, എന്നാടാ? അതെനിക്ക് മനസ്സിലായോണ്ടല്ലടാ നിന്റെ കൈക്ക് എന്ത് പറ്റി ഞാൻ ചോദിച്ചേ. എന്നാ പിന്നെ അങ്ങനെ ചോദിക്കണം. ഞാൻ അണ്ണാന് സൈഡ് കൊടുത്ത. ആന്നേ, ഒരു ദിവസം വീട്ടിൽ തേങ്ങയുടെ ആരും ഇല്ലായിരുന്നു. ഞാനൊരു തെങ്ങാരോട്ട് ബിർന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോയതും ഒരണ്ണാൻ ചെറുന്ന് പറഞ്ഞ് ഇറങ്ങി വരുമായിരുന്നു. മോനെ അണ്ണാനെ നീ ആദ്യം പൊക്കോന്ന് പറഞ്ഞ് സൈഡ് കൊടുത്തത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോ ആശുപത്രി പിറന്ന് കിടക്കുന്ന ആശുപത്രി എഴുന്നേറ്റ് വരുന്നത്. വേദനയുണ്ടോ? ശകലം. ശരിക്കും എന്റെ അമ്മച്ചി തട്ടി എനിക്ക് ഒരു വേദനയില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് പൊളിയുന്നത്. പോയി കട്ടവർക്കണേ. സുനിലേ, എന്തുവാ നിനക്ക് ഒരിക്കലും ഇല്ലാത്ത ആത്മാർത്ഥത സുല്ല? ഇപ്പോ ചില സമയത്ത് ഓരോന്നും കാണുമ്പോ ആത്മാർത്ഥത വല്ലാണ്ട് കൂടിപ്പോ. അതിനാ സുല്ല